ഓരോ നാടിനും ഓരോ ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൊയപ്പ അംശത്തിന്റെ ഭാഗമായിരുന്ന മനുഷ്യസ്നേഹവും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നീരൂൽപ്പാലം. ദീർഘവീക്ഷണത്തോടെ 1920 ചാലാക്കൽ കുഞ്ഞഹമ്മദ് മുല്ല എന്ന മാർഗദർശി ഓത്തുപള്ളിയായി തുടക്കം കുറിച്ച ആ പഴയ അറിവിൻ നിലാവ് ഇന്ന് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് അനേകം തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകാശഗോപുരമായി AM-LP സ്കൂൾ എന്ന പേരിൽ നാട്ടിൽ ജ്വലിച്ചു നിൽക്കുന്നു. നീരൂൽപ്പാലം മഹലിന് 2 നൂറ്റാണ്ടിന്റെ മഹിത പാരമ്പര്യമുണ്ട്. വിശ്വാസമാനസങ്ങളുടെ ആശാകേന്ദ്രമായ നീരൂൽപ്പാലം ജുമാ മസ്ജിദ് പഴമയുടെ പ്രൗഢി നിലനിർത്തി ആധുനിക രീതിയിൽ അന്ന് പുതുക്കിപ്പണിതപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് തങ്ങളാണ് നൂറുൽ മസ്ജിദ് എന്ന് നാമകരണം ചെയ്തത്. മതവിജ്ഞാനത്തിന്റെ പാഠശാലയായ തർബിയത്ത് സുബിയാൻ മദ്രസ 1952 സ്ഥാപിതമാകുന്നത്. പരലോക വിശ്വാസത്തിലൂന്നിയ മതകീയ ജ്ഞാനത്തിന്റെ പ്രഭാകേന്ദ്രമായ തർബിയത്ത് സുബിയാൻ മദ്രസയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ സമസ്തയുടെ വൈസ് പ്രസിഡന്റും മുഫ്തിയുമായിരുന്ന കൊയപ്പ കുഞ്ഞാൻ മുസ്ലിയാരും സമകാലികരായ നിരവധി മഹാന്മാരും നാട്ടുകാരുമായിരുന്നു. ജാതിമത ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ പ്രദേശം സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ്. ചെറു ചോലക്കര ശ്രീ ഭഗവതി ക്ഷേത്രവും കുന്നുമ്മൽ ശിവക്ഷേത്രവും ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. ചെറുചോലക്കര ഉത്സവം ഈ നാട് ഒന്നിച്ച് ആഘോഷിക്കുന്നു. കുന്നുമ്മൽ ക്ഷേത്രോത്സവവും ചേനൻകാവ് ഉത്സവവും ഈ നാടിന്റെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. പ്രകൃതിയുടെ വരദാനമായി ശാന്തമായി കൊയപ്പത്തോട് നീരൂൽപ്പാലം ഗ്രാമത്തിന് അതിരിട്ടൊഴുകുന്നു. പിൽക്കാലത്ത് MLA-യും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന നഹാ സാഹിബിന്റെ നേതൃത്വത്തിൽ പണിതീർത്ത റോഡും പാലവും നാടിന്റെ പുരോഗതിയുടെ അടയാളങ്ങളായി. വയലും തോടും നടവരമ്പും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചവിരുന്നാണ് സമ്മാനിക്കുന്നത്. കാലവർഷ പേമാരിയിൽ നിറഞ്ഞു കവിഞ്ഞ തോടും പാടവും ഒന്നായി വെള്ളം പരന്നുകിടക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്. കാലം മാറിയപ്പോൾ ലോകം മാറിയപ്പോൾ നീരൂൽപ്പാലത്തിനും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരു കർഷക ഗ്രാമമായ നീരൂൽപ്പാലം ഇന്നും ആ തനത് പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു. പഴയ തലമുറയും പുതിയ തലമുറയും ഒരേപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് നാടിന്റെ കൃഷിയോടുള്ള താൽപ്പര്യം കാണിക്കുന്നു. പണ്ടുകാലത്ത് കച്ചവടമായിരുന്നു മറ്റൊരു ഉപജീവന മാർഗം. ഒരു പലചരക്ക് കടയും ഒരു ചായപീടികയും മാത്രമുണ്ടായിരുന്ന നീരൂൽപ്പാലം ഇന്ന് ആ സ്ഥിതിയിൽ നിന്നും മാറി കച്ചവട സ്ഥാപനങ്ങൾ കൊണ്ട് പുരോഗതിയുടെ പാതയിലാണ്. പ്രവാസമാണ് നമ്മുടെ നാടിന്റെ പഴയകാല ജീവിത സാഹചര്യം മാറ്റിയത്. 70കളിൽ ആരംഭിച്ച ഗൾഫ് യാത്രകൾ നാടിന് പൊതുവിലും അനേകം കുടുംബങ്ങളിലും സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാക്കി. ആദ്യകാല പ്രവാസികളുടെ പിൻതലമുറക്കാരും മറ്റുള്ളവരും ഇന്നും പ്രവാസ ലോകത്തുണ്ട്. അവരാണ് നമ്മുടെ നാടിന്റെ നട്ടെല്ല്. നാട്ടിലെ ഏതൊരു പ്രയാസഘട്ടത്തിലായാലും ആഘോഷങ്ങളിലായാലും അവരാണ് നമ്മുടെ ആശ്രയം. ഭരണരംഗത്ത് ഈ നാടിന്റെ ആദ്യത്തെ പ്രതിനിധി തൊണ്ടിക്കോടൻ മുഹമ്മദ് കുട്ടി ഹാജിയാണ്. അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നീട് PM മൊയ്തീൻ കോയ ഹാജിയും ഈ നാടിനെ ദീർഘകാലം പ്രതിനിധീകരിച്ചു. വികസന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ മതഭൗതിക കായിക മേഖലയിൽ വിദ്യാസമ്പന്നരായ പുതിയ തലമുറ ഒരു മുതൽക്കൂട്ടാണ്. കാലവിഹായസിൽ പൂത്തുനിൽക്കുന്ന മഹാവൃക്ഷം കണക്കെ പിന്നിട്ട വർഷങ്ങളിൽ നമ്മുടെ നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്കായി
ഒരു യുവ കൂട്ടായ്മ രൂപം കൊണ്ടു. ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റി. ഈ സംഘടന ജനമനസ്സുകളിൽ വേരുകൾ ആഴ്ത്തി സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും തണൽ ചില്ലകൾ വിരിച്ചു നിന്ന നീണ്ട വർഷങ്ങളായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. മതജാതി ഭേദങ്ങൾക്ക് അതീതമായി മലയാള മണ്ണിന്റെ പുണ്യമായി മാറിയ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന യുഗപുരുഷന്റെ സ്മരണാർത്ഥം നീരോൽപ്പാലത്ത് കർമ്മനിരതമായ 14 വർഷങ്ങൾ പ്രവർത്തന പാന്താവുകൾ ഒരുക്കി കുതിക്കുന്ന ചാരിതാർത്ഥ്യ പുണ്യത്തിലാണ് ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റി ഉള്ളത്. എല്ലാ മേഖലയിലും ന്യൂ എവർഗ്രീൻ അവരുടെ കയ്യൊപ്പ് ചാർത്തുകയും സന്തോഷവേളകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നാടിന് ഒരു കരുത്തുറ്റ കൈത്താങ്ങാവുകയും ചെയ്തിട്ടുണ്ട്. പ്രളയവും കോവിഡും വന്നപ്പോൾ സഹായഹസ്തവുമായി അവർ നമ്മുടെ കരങ്ങളെ ജീവകാരുണ്യ വഴികളിൽ തുല്യതയില്ലാത്ത വിധം ചേർത്തുപിടിച്ച് വിജയിപ്പിച്ചു. നാട് വളർച്ചയിൽ വലഞ്ഞപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തവർ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരനായും സഹോദരനായും വീട്ടുകാരനുമായി പലപ്പോഴും അവർ നമ്മുടെ ജീവിതത്തോട് ഇടകിച്ചേർന്നു നിന്നു. നിരാലംബർക്കും അഗതികൾക്കും അശരണർക്കും ഈ കൂട്ടായ്മ പരിധിയില്ലാത്ത വിധം ആശ്വാസമായി. ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ 14ാം വാർഷികം പ്രൗഢമായി നീരോൽപ്പാലം സന്ധാം ബസാറിൽ വെച്ച് സമ്മേളിക്കുകയാണ്. സുഹൃതങ്ങളുടെ ഈ മനോഹര കാലം അയവിറക്കാൻ, ഈ കൂട്ടായ്മയ്ക്ക് കരുത്തു പകരാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റിക്കൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു.